വർഷം 2022 ജൂലൈ മാസം 2-ാം തീയതി തിങ്കളാഴ്ച. ഉത്തർപ്രദേശിലെ കാൺപൂർ, അവിടുത്തെ യാദവ് മാർക്കറ്റ്. അവിടെ ബറ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഈ യാദവ് മാർക്കറ്റ് നിലനിൽക്കുന്നത്. അതിനരികിലെ ഒരു ഇരുനില കെട്ടിടം. സമയം കൃത്യമായി പറഞ്ഞാൽ രാത്രി 11:54. അവിടുത്തെ ടാക്സി ഡ്രൈവറായിട്ടുള്ള രോഹിത് അവിടെയുള്ള ആ ബഹുനില കെട്ടിടത്തിലേക്ക് കടന്നെത്തി. വീട്ടിലെ ഒരു യുവതി, 23 വയസ്സുകാരിയാണ് അവൾ. അകാൻഷ എന്നാണ് അവളുടെ പേര്. മറ്റാരും അറിയാതെ അവൾ ഈ രോഹിത്തിനായി വീടിന്റെ വാതിൽ തുറന്നു കൊടുത്തു. ഇതിനുശേഷം ഇരുവരും അവളുടെ മുറിയിലേക്ക് പോയി. ഏറെ നേരം അവർ സംസാരിച്ചിരുന്നു. അതിനുശേഷം ശാരീരികമായി ബന്ധപ്പെട്ടു. യഥാർത്ഥത്തിൽ ഈ രോഹിത്തിന്റെ സഹോദരനായിട്ടുള്ള രാഹുലിന്റെ കാമുകിയാണ് ഈ അകാൻഷ. സമയം കടന്നുപോയി. ഏതാണ്ട് രാത്രി 2 മണി ആയിരിക്കുന്നു. ഇരുവരും മുറി വിട്ട് പുറത്തിറങ്ങി. അവർ നേരെ പോയത് ഈ അകാൻഷയുടെ പിതാവായിട്ടുള്ള മുന്നലാൽ ഗുപ്തയുടെ മുറിയിലേക്കാണ്. അദ്ദേഹം നല്ല ഉറക്കത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ഈ മകൾ, അതായത് അകാൻഷ, പൊത്തിപ്പിടിച്ചു. പിന്നാലെ ഈ രോഹിത് അദ്ദേഹത്തിൻ്റെ കഴുത്ത് അറത്തു. അതിനുശേഷം ഇരുവരും ചേർന്ന് തൊട്ടടുത്ത മുറിയിലേക്ക് പോയി. അവിടെ മാതാവ് രാജ്ദേവി ഉറക്കമാണ്. അവരെയും അതേ മാതൃകയിൽ കഴുത്തറത്ത് ഇരുവരും ചേർന്ന് കൊലപ്പെടുത്തി. അതിനുശേഷം അവിടെ നിന്നും പുറത്തിറങ്ങി. ഇനി പോകേണ്ടത് അനൂപിൻ്റെ മുറിയിലേക്കാണ്. അത് മുകളിലത്തെ നിലയിലാണ്. അകാൻഷയുടെ സഹോദരനാണ് അനൂപ്. ഇവർ ഈ പടിക്കെട്ട് കയറി അനൂപിൻ്റെ മുറിയുടെ മുന്നിലെത്തി. നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത് പോലെ അനൂപിനെ എടുത്ത് കെട്ടിത്തൂക്കുക എന്നതായിരുന്നു ഉദ്ദേശം. പക്ഷേ അത് നടന്നില്ല. അനൂപ് ഉറങ്ങിയിട്ടില്ല. അയാൾ വലിയ ശബ്ദത്തിൽ ഈ മുറിക്കുള്ളിൽ ഛർദ്ദിക്കുന്നതിൻ്റെ ഒരു കാര്യം, ആ ഒരു ശബ്ദം ഇവർ കേൾക്കുകയുണ്ടായി. പിന്നാലെ രോഹിത് ആ വീട് വിട്ട് പുറത്തേക്ക് പോയി. അപ്പോൾ സമയം കൃത്യം 2:15. രോഹിത് പോയ ശേഷം ഈ പെൺകുട്ടി അനൂപിൻ്റെ മുറിയുടെ കതക് കൊട്ടി വിളിച്ചു. അനൂപ് പുറത്തെത്തിയപ്പോൾ ഈ യുവതി അനൂപിനോട് പറഞ്ഞു, മാതാപിതാക്കളെ നിങ്ങളുടെ ഭാര്യ സഹോദരന്മാർ വീട്ടിൽ കടന്നു കയറി കൊലപ്പെടുത്തിയിരിക്കുന്നു. എന്നെയും അവർ ആക്രമിച്ചു. ഇത് നോക്കൂ, എൻ്റെ കയ്യിൽ മുറിവ് കണ്ടില്ലേ? അവർ എന്നെ ആക്രമിച്ചതിൻ്റെ തെളിവാണ് ഇത്. അനൂപ് വിശ്വസിച്ചു. കാരണം ഭാര്യയുടെ സഹോദരന്മാരുമായി ചില പ്രശ്നങ്ങൾ ഈ അനൂപിന് ഉണ്ടായിരുന്നു. അവർ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവർ തന്നെ ആയിരിക്കാം ഇത് ചെയ്തതെന്ന് അനൂപ് വിശ്വസിച്ചു. പോലീസ് അന്വേഷണം ആരംഭിച്ചപ്പോൾ അനൂപ് ഇതേ മൊഴി പോലീസിനോട് പറഞ്ഞു. വല്ലാത്തൊരു കഥയായിരുന്നു അത്. വാഗിദാർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ പ്രവർത്തിക്കുന്ന ഫീൽഡ് ഗൺ ഫാക്ടറി, ഇന്ത്യയുടെ ആംഡ് ഫോഴ്സിന് വേണ്ടി തോക്കിൻ്റെ സ്പെയർ പാർട്സുകളും അനുബന്ധ വസ്തുക്കളുമൊക്കെ തന്നെ നിർമ്മിക്കുന്ന ഒന്നാണ് ഈ കാൺപൂരിലുള്ള ഫീൽഡ് ഗൺ ഫാക്ടറി. 1979 ഈ ഫീൽഡ് ഗൺ ഫാക്ടറി കാൺപൂരിൽ സ്ഥാപിച്ചത്. അവിടുത്തെ സൂപ്പർവൈസർ ആയിരുന്നു ഈ മുന്നലാൽ ഗുപ്ത. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് രാജ്ദേവി. ഇരുവർക്കും ഒരു മകനാണ് പിറന്നത്. ആ കുട്ടിയുടെ പേരായിരുന്നു അനൂപ് ഉത്തം. യഥാർത്ഥത്തിൽ ഈ മുന്നലാൽ ഗുപ്തയും രാജ്ദേവിയും ആഗ്രഹിച്ചത് ഒരു മകളെയായിരുന്നു. പിന്നീട് അവർക്ക്, അതായത് അനൂപിന് ശേഷം അവർക്കൊട്ട് കുട്ടികൾ ഉണ്ടായതുമില്ല. അങ്ങനെയിരിക്കെ അവർ ഈ കാൺപൂരിലെ ഒരു ആശ്രയ കേന്ദ്രത്തെ സമീപിച്ചു. തങ്ങൾക്ക് ഒരു പെൺകുഞ്ഞ് വേണമെന്ന ആവശ്യം ആ ആശ്രയ കേന്ദ്രത്തിൻ്റെ ജീവനക്കാരെ അവർ അറിയിച്ചു. അവരുടെ ആവശ്യം തീർത്തും ശരിയാണെന്ന് തോന്നിയ ഈ ആശ്രയ കേന്ദ്രത്തിൻ്റെ അധികൃതർ അവർക്കൊരു പെൺകുഞ്ഞിനെ നൽകാൻ തയ്യാറായി. യഥാർത്ഥത്തിൽ ആ കുട്ടിയെ ഈ ആശ്രയ കേന്ദ്രത്തിന് ലഭിച്ചത് കാൺപൂരിൽ നിന്നാണ്. കാൺപൂരിലെ തെരുവിൽ കിടന്ന ഒരു 3 വയസ്സുകാരിയെ ഈ ആശ്രയ കേന്ദ്രത്തിൽ നാട്ടുകാർ ഇടപെട്ട് എത്തിക്കുകയായിരുന്നു. ഈ ആശ്രയ കേന്ദ്രം അവൾക്ക് ഒരു പേരിട്ടു. അകാൻഷ ഏലിയാസ് കോമൾ എന്നായിരുന്നു ആശ്രയ കേന്ദ്രം ഇട്ട പേര്. ദത്തെടുത്ത ശേഷം ഈ മുന്നലാൽ ഗുപ്തയോ രാജ്ദേവിയോ ആ പേര് മാറ്റാനൊട്ട് തയ്യാറായതുമില്ല. അങ്ങനെ മുന്നലാൽ ഗുപ്തയുടെയും രാജ്ദേവിയുടെയും മകളായി ഈ അകാൻഷ ഏലിയാസ് കോമൾ വളരുകയുണ്ടായി. അനൂപിന് നൽകുന്ന അതേ സ്നേഹം ദമ്പതികൾ ഈ അകാൻഷയ്ക്കും നൽകി. അവൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുകയും ചെയ്തു. ജോലി വാങ്ങിയ ശേഷം അവളുടെ വിവാഹം നടത്താനായിരുന്നു ഈ ദമ്പതികൾ തീരുമാനിച്ചിരുന്നത്. ഇവർക്ക് ധാരാളം വസ്തുവകകളുണ്ട്. 2 വീടുകളുണ്ട്, 2 പ്ലോട്ടുകളുണ്ട്, അതുപോലെ തന്നെ നിരവധി ഷോപ്പുകളുണ്ട്, പിന്നെ അഗ്രികൾച്ചറൽ ലാൻഡ് ഉണ്ട്. അങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ ഭൂമിയും അതുപോലെ തന്നെ കെട്ടിടങ്ങളും ഒക്കെ തന്നെ ഈ മുന്നലാൽ ഗുപ്തയ്ക്കുണ്ട്.
രണ്ടുപേർക്കായി, അതായത് മക്കൾ രണ്ടുപേർക്കായി ഇത് കൃത്യമായി ഭാഗം ചെയ്യാനായിരുന്നു ഈ മുനലാൽ ഗുപ്തയുടെ തീരുമാനം. പക്ഷേ ആകാംക്ഷയ്ക്കാകട്ടെ അത് മൊത്തത്തിൽ ഒറ്റയ്ക്ക് വേണമെന്ന താല്പര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ 2017 അനൂപ് ഉത്തത്തിന്റെ വിവാഹം ഈ ദമ്പതികൾ തീരുമാനിച്ചു. ഫത്തേപൂർ സ്വദേശിനിയായിട്ടുള്ള സോണിക ആയിരുന്നു വധു. പക്ഷേ ഈ ആകാംക്ഷ ഈ വിവാഹത്തോട് വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചു. എങ്ങനെയും ആ വിവാഹം നടക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി. ഒരു ഘട്ടത്തിൽ അനൂപുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും അതുവഴി അനൂപിനെ തന്നിലേക്ക് പിടിച്ചിടാനുള്ള ശ്രമവും ഈ ആകാംക്ഷ നടത്തുകയുണ്ടായി. പക്ഷേ ആ യുവാവിനത് മനസ്സിലായില്ല. എന്ന് മാത്രമല്ല, അയാൾ ഈ ആകാംക്ഷയെ തൻ്റെ മാതാപിതാക്കളുടെ സ്വന്തം മകളല്ല എന്നുള്ള രീതിയിൽ ഒരിക്കലും കണ്ടിരുന്നില്ല. സ്വന്തം സഹോദരി എന്ന രീതിയിൽ മാത്രമായിരുന്നു അനൂപ് ഈ യുവതിയെ കണ്ടിരുന്നത്. അതുകൊണ്ട് യുവതിയുടെ ഇത്തരം പെരുമാറ്റങ്ങളൊന്നും തന്നെ ആ യുവാവ് ഒട്ട് ശ്രദ്ധിച്ചതുമില്ല. അങ്ങനെ 2017 ഫത്തേപൂർ സ്വദേശിനിയായിട്ടുള്ള സോണികയുമായിട്ടുള്ള വിവാഹം അനൂപിൻ്റേത് നടന്നു. സോണിക വീട്ടിലെത്തി, അതായത് അനൂപിൻ്റെ വീട്ടിൽ. ആകാംക്ഷ അവളെ പുറത്താക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങി. അങ്ങനെ പല കഥകളും ഈ അനൂപിൻ്റെ ചെവിയിലേക്ക് ആകാംക്ഷ എത്തിച്ചു കൊടുത്തു. പ്രധാനപ്പെട്ട കഥ ഇതായിരുന്നു: നിങ്ങളുടെ ഭാര്യയ്ക്ക് മാനസികമായ എന്തോ പ്രശ്നമുണ്ട്. അവൾ വീട്ടിലെ സാധനങ്ങൾ നശിപ്പിക്കുന്നു, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നില്ല, ഒപ്പം തന്നെ ആക്രമിക്കുന്നു, തൻ്റെ ശരീരത്തിൽ മുറിവുകൾ വരുത്തുന്നു, തന്നെ കത്തികൊണ്ട് വരഞ്ഞു. ഇങ്ങനെയുള്ള കഥകളൊക്കെ തന്നെ ഈ ആകാംക്ഷ ഈ അനൂപിനോട് പറഞ്ഞു. സഹോദരി പറയുന്നത് ശരിയാണെന്ന് ഈ അനൂപിന് തോന്നുകയും ചെയ്തു. കാരണം ഈ പറയുന്ന നാത്തൂന്മാർ തമ്മിൽ സ്ഥിരമായി പ്രശ്നമാണ് വീട്ടിൽ. ഈ സോണികയും ആകാംക്ഷയും തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ അനൂപ് സ്ഥലത്തെത്തുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ആകാംക്ഷ സൈലന്റ് ആകും. അതായത് സോണിക വഴക്കുണ്ടാക്കുന്നത് മാത്രമേ ഈ അനൂപ് കാണുന്നുള്ളൂ. അങ്ങനെ മാനസിക പ്രശ്നമുണ്ട് എന്ന്, ഭാര്യയ്ക്ക് മാനസിക പ്രശ്നമുണ്ട് എന്ന് ഈ അനൂപ് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്തു. ഒടുവിൽ അയാളുടെ ഭാര്യയെ ഉപേക്ഷിച്ചു. ഭാര്യയെ അയാൾ ഈ ഫത്തേപൂരിലുള്ള അവളുടെ വസതിയിൽ കൊണ്ടാക്കി. പിന്നാലെ ഈ ഭാര്യ വീട്ടുകാർ അനൂപിന് എതിരായി തിരിഞ്ഞു. ഭാര്യയുടെ സഹോദരന്മാർ അവർ ചെറിയ പുള്ളികളല്ല, രണ്ടുപേർക്കും ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഭാര്യയുടെ സഹോദരന്മാരുടെ പേര്, ഒരാളുടെ പേര് സുരേന്ദ്രൻ, രണ്ടാമത്തെ ആളുടെ പേര് മായങ്ക് എന്നുമാണ്. നിരവധി കേസുകളിൽ പ്രതികളാണ് ഇരുവരും. അതുകൊണ്ട് തന്നെ ഏത് സമയവും തനിക്കെതിരെ ഒരു ആക്രമണം ഇവർ നടത്തുമെന്നൊരു ചിന്ത ഈ അനൂപിന് ഉണ്ടായിരുന്നു. അയാൾ പേടിച്ചായിരുന്നു പലപ്പോഴും ജീവിച്ചിരുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് വന്ന് തൻ്റെ സഹോദരി മാതാപിതാക്കളെ സുരേന്ദ്രനും അതുപോലെ തന്നെ മായങ്കും ചേർന്ന് കൊലപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോൾ ഈ അനൂപ് വിശ്വസിച്ചത്. മാതാപിതാക്കളുടെ കൊലപാതക വിവരം അറിഞ്ഞ ഈ അനൂപ് ഏതാണ്ട് 3 മണിയോടുകൂടി കാൺപൂർ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. അതിക്രൂരമായിട്ടുള്ള കൊലപാതകം, കഴുത്ത് അറത്ത് മാറ്റിയിരിക്കുകയാണ് രണ്ടുപേരുടെയും. അത്തരത്തിലുള്ള കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ പോലീസ് ഈ ആകാംക്ഷയുടെ മൊഴിയെടുത്തു. ആകാംക്ഷ പറഞ്ഞു, രാത്രി 2 മണിയോടുകൂടി 2 അംഗ സംഘം ഈ വീട്ടിലേക്ക് കടന്നെത്തി. ആ 2 അംഗ സംഘമാണ് തൻ്റെ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയത്. കരഞ്ഞുകൊണ്ടാണ് ഈ യുവതി പോലീസിനോട് ഈ മൊഴി നൽകിയത്. തൊട്ടു പിന്നാലെ പോലീസ് തൊട്ടടുത്ത കെട്ടിടങ്ങളിലൊക്കെ തന്നെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തി. ആ CCTV ദൃശ്യങ്ങളിൽ നിന്നും കിട്ടിയ ഒരു ഫുട്ടേജ് 11:54 ഒരു യുവാവ് ആ വീട്ടിലേക്ക് കടന്നെത്തുന്നു. അയാൾ പുലർച്ചെ 2:15 തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആകാംക്ഷ പറഞ്ഞിരിക്കുന്ന മൊഴി തെറ്റാണെന്ന് അപ്പോൾ തന്നെ കാൺപൂർ പോലീസിന് മനസ്സിലായി. പ്രത്യേകിച്ചും അവിടുത്തെ SP ആയിട്ടുള്ള വിജയ് സിംഗ് മീണയ്ക്ക്. അദ്ദേഹം ഈ യുവതിയുടെ മൊഴി അത് ഡീറ്റെയിൽഡായി എടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കാരണം ഈ യുവതി പറഞ്ഞിരിക്കുന്നതൊക്കെ തന്നെ കള്ളത്തരമുണ്ട്. ഒരാൾ 11:54 വന്നിരിക്കുന്നു, അയാൾ 2:15 പുറത്തു പോയിരിക്കുന്നു. പക്ഷേ യുവതി പറയുന്നത് രാത്രി 2 മണിക്കാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളത്. യുവതി 2 പേരെന്ന് പറയുമ്പോൾ ദൃശ്യത്തിൽ ഒരാൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ തന്നെ യുവതിയുടെ മൊഴികളിൽ കള്ളത്തരമുണ്ടെന്ന് ഈ പറയുന്ന കമ്മീഷണർക്ക് മനസ്സിലായി. അദ്ദേഹം വീടാകെ പരിശോധിച്ചു. മുകളിലത്തെ നിലയിലെത്തി അനൂപിൻ്റെ മുറിയായിരുന്നു അദ്ദേഹം ഏറ്റവും അധികം പരിശോധിച്ചത്. അദ്ദേഹത്തിൻ്റെ പരിശോധനയിൽ ഈ മുറിക്കുള്ളിൽ ഛർദ്ദിച്ചിരിക്കുന്നതിൻ്റെ പാടുകൾ കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. അനൂപിനോട് അദ്ദേഹം കാര്യങ്ങൾ തിരക്കി. എന്തിനാണ് താങ്കൾ ഛർദ്ദിച്ചത് എന്നത്. രാത്രിയിൽ സഹോദരി തനിക്ക് ഒരു കൂൾ ഡ്രിങ്ക്സ് തന്നെന്നും അത് കഴിച്ച ശേഷം താൻ ഛർദ്ദിച്ചു എന്നുമാണ് അനൂപ് മറുപടിയായി നൽകിയത്. പിന്നാലെ അനൂപിനെ ആശുപത്രിയിൽ എത്തിക്കുകയും പോലീസ് അദ്ദേഹത്തിൻ്റെ ദേഹപരിശോധന ഡോക്ടറെ കൊണ്ട് നടത്തുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ സാമ്പിൾ എടുത്ത് പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് മയക്കുമരുന്ന് എത്തിയിട്ടുണ്ട് എന്ന് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചു. പോസ്റ്റ്മോർട്ടം നടത്തിയ ബോഡികളിലും ഇതേ തരത്തിലുള്ള മയക്കുമരുന്ന് എത്തിയിട്ടുണ്ട്. അതായത് സഹോദരി കൂൾ ഡ്രിങ്ക്സ് നൽകി 3 പേരെയും ഉറക്കുകയും പിന്നാലെ കൊലപാതകം നടത്തുകയുമായിരുന്നുവെന്ന് പോലീസിന്
മനസ്സിലായി. അനൂപ് ഛർദ്ദിച്ചതുകൊണ്ട് അയാൾ മയങ്ങിയില്ല. അതുകൊണ്ടാണ് അയാളെ കെട്ടിത്തൂക്കാനുള്ള ഈ ആകാംക്ഷയുടെ ആ പ്ലാൻ നടക്കാതെ പോയതെന്നും വ്യക്തമായി. അങ്ങനെ പോലീസ് അതിശക്തമായ ഇൻട്രോഗേഷൻ നടത്തി ഈ ആകാംക്ഷയുമായി. ആ ഒരു ചോദ്യം ചെയ്യലിൽ ആകാംക്ഷയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു. ചില ബന്ധുക്കൾ തന്നോട് പറഞ്ഞു, ഈ സ്വത്തുവകകൾ എല്ലാം തന്നെ അനൂപിന് ദമ്പതികൾ എഴുതി നൽകും. അനാഥക്കുട്ടിയായ തനിക്ക് അവർ ഒന്നും തരാൻ പോകുന്നില്ല. ആ ദുഃഖത്തിലായിരുന്നു താൻ ജീവിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ താൻ തൻ്റെ കാമുകനായിട്ടുള്ള രാഹുലിനോട് ഇക്കാര്യം പങ്കുവച്ചു. രാഹുൽ എന്നത് മിലിറ്ററി ഇന്റലിജൻസിലെ ആംബുലൻസ് അസിസ്റ്റന്റ് ഓപ്പറേറ്ററാണ്. അയാൾക്ക് അത്രത്തോളം ബുദ്ധി ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞു കൊടുത്തു, ഈ ദമ്പതികളെ നമുക്ക് വകവരുത്താം. ശേഷം സ്വത്തുക്കൾ മുഴുവൻ നിന്റെ പേരിലാവും. പിന്നീട് നമുക്ക് സുഖമായി ജീവിക്കാം. അങ്ങനെയാണ് ഇരുവരും ചേർന്ന് രോഹിത്തുമായി ഈ വിവരം പങ്കിട്ടത്. രോഹിത്തും അതിന് യെസ് പറഞ്ഞു. തനിക്ക് കൃത്യമായൊരു തുക ഈ ചെയ്യുന്നതിന് നൽകണമെന്നും രോഹിത്ത് രാഹുലിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ കൃത്യം രോഹിത്ത് നടപ്പാക്കിയത്. പക്ഷേ രാഹുൽ പങ്കുവെക്കാം എന്ന് പറഞ്ഞത് കിട്ടുന്ന സ്വത്തുവകകളിൽ ഒരു ഭാഗം മാത്രമായിരുന്നു. പക്ഷേ രാഹുൽ അറിയാതെ തന്നെ അയാളുടെ കാമുകയെയും ഈ രോഹിത്ത് സ്വന്തമാക്കി. രാഹുൽ കേസിൽ അറസ്റ്റിലായ ശേഷമാണ് അന്നേ ദിവസം രാത്രിയിൽ ഇവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്നും അതിനുശേഷമാണ് ഈ കൊലപാതകം നടത്തിയതെന്നുമൊക്കെ അറിയുന്നത്. അന്ന് രാഹുലും രോഹിത്തും തമ്മിൽ കാൺപൂർ പോലീസ് സ്റ്റേഷനുള്ളിൽ വെച്ച് പരസ്പരം തമ്മിലടിക്കുകയും അതിനിടെ ഇരുവർക്കും പരിക്കേൽക്കുകയും ചെയ്തു എന്നും പോലീസിന്റെ റെക്കോർഡ്സ് പറയുന്നുണ്ട്. ഏതായാലും തൻ്റെ വീട്ടിലെ കുഴപ്പക്കാരി തൻ്റെ ഭാര്യയായിട്ടുള്ള സോണികയല്ല, മറിച്ച് ദത്തെടുത്ത സഹോദരിയായിട്ടുള്ള ആകാംക്ഷ ഏലിയാസ് കോമളാണെന്ന് ഈ അനൂപ് മനസ്സിലാക്കി. ആ തിരിച്ചറിവ് അയാളെ ഫത്തേപൂരിൽ എത്തിച്ചു. ഭാര്യ വീട്ടിലെത്തിയ ഈ അനൂപ് ഭാര്യയുടെ മാതാപിതാക്കളോട് മാപ്പ് പറയുകയും ഈ സോണികയെ തിരിച്ച് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരികയും ചെയ്തു. ആകാംക്ഷയ്ക്കും രോഹിത്തിനും രാഹുലിനും പിന്നീട് കോടതി ജാമ്യം അനുവദിച്ചു കൊടുത്തു. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ടാണ് പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത്. കാൺപൂരിൽ വലിയ പ്രതിഷേധം ഈ മൂന്നംഗ സംഘത്തിനെതിരെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് പിന്നീട് അവിടേക്ക് എത്താൻ സാധിച്ചില്ല. ഉത്തർപ്രദേശിലെ ഏതോ ഒരു ഗ്രാമത്തിൽ ഈ 3 പേരും ജീവിക്കുന്നുണ്ട് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഏതായാലും കേസിന്റെ നടപടിക്രമങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും തന്നെ കാൺപൂർ ജില്ലാ കോടതിയിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.